അപ്പോൾ ഇന്നത്തെ കച്ചവടം കുഴപ്പമില്ലായിരുന്നു. അരി കുറച്ചാണ് ഇട്ടത്. എന്നാലും ഇന്ന് ഊണൊക്കെ നമുക്ക് ഇന്ന് വെച്ച ചോറും കറിയൊക്കെ തീർന്നു കേട്ടോ. അപ്പം ഈ ചോറും കറിയൊക്കെ അധികം വന്ന് എന്ത് ചെയ്യുമെന്നൊക്കെ ചോദിച്ചിട്ട് ഇങ്ങനെ കമൻറ്റ് ഞാൻ കണ്ടായിരുന്നു ഈ ഇടയ്ക്കൊക്കെ. അത് പുതിയ പുതിയ ആൾക്കാർ വരുന്നവരാണ് ഇങ്ങനെ ചോദിക്കുന്നത്. അവർക്ക് അറിയത്തില്ലല്ലോ നമ്മുടെ എന്തൊക്കെയാണ് വിശേഷങ്ങളൊന്നും അറിയത്തില്ലല്ലോ. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടാണ് ആർക്കെങ്കിലുമൊക്കെ കൊടുക്കും. കറികളും ചോറുകളൊക്കെ ആർക്കെങ്കിലും കൊടുക്കും. കറികളൊക്കെ കൊണ്ടുപോയി എൻ്റെ വീട്ടിനകത്ത് ഒരു പാത്രവും ഇല്ല, ഒരു ടിന്നുകളും ഇല്ല. ഇപ്പോൾ ഓരോ പൊടികളൊക്കെ ഇട്ട് വെച്ചിട്ടായിരിക്കും ഇട്ട് വെച്ചിരിക്കുന്ന പൊടികൾ എടുത്ത് മാറ്റിയിട്ടായിരിക്കും ഞാൻ ചിലപ്പോൾ അതിനകത്ത് കറി കൊടുത്ത് വിടുന്നത്. ഇപ്പോൾ ടിന്നുകളെന്ന് പറയുന്നൊരു സാധനം വീട്ടിലില്ല കേട്ടോ. നേരത്തെ ഇഷ്ടം പോലെ ടിന്നുകളുണ്ടായിരുന്നു, ഇപ്പോൾ ഒന്നുമില്ല. ഇപ്പോൾ എല്ലാം പൊടികളൊക്കെ ഞാൻ ജീരകവും ഉലുവയൊക്കെ വാങ്ങിച്ച് അതായത് കവറിനകത്ത് വെച്ചേക്കെ ചെയ്യുന്നത്. എന്ന് വെച്ചാൽ അതിനകത്തൊന്നും ഇട്ട് വെക്കാനുള്ള പാത്രങ്ങളില്ല. പാത്രങ്ങളെല്ലാം ഓരോരുത്തരൊക്കെ കറി അതും ഇതും എല്ലാം കൊണ്ടുപോകുന്നവരാരും തിരിച്ചു കൊണ്ട് തരത്തില്ല. എനിക്ക് ആരൊക്കെ കൊടുത്തതെന്ന് എനിക്കൊരു ഓർമ്മയും കാണത്തില്ല. അങ്ങനെ ഒരുപാട് പാത്രങ്ങൾ പോയി കേട്ടോ. അപ്പോൾ ഇന്നത്തെ കച്ചവടം എല്ലാം കഴിഞ്ഞ് ഞാൻ ഇവിടെ എല്ലാം ഒതുക്കിയിട്ട് ചോറ് കഴിക്കാമെന്ന് വിചാരിച്ച് ഈ പറഞ്ഞിട്ട് ഇന്നലത്തെ പോലെ തന്നെ ഇന്ന് ഉച്ചയായപ്പോഴത്തേക്ക് എനിക്കൊരു ചെറിയൊരു പനിയുടെ കോള് കയറിക്കൊണ്ട് കേട്ടോ. അപ്പോൾ ഇന്നത്തെ കറിയെന്ന് പറയുന്നത് ഇഞ്ചിക്കറി, പച്ചടി, അവിയലായിരുന്നു. അവിയൽ തീർന്നുപോയി. പിന്നെ മീൻകറി, മാങ്ങ അച്ചാറ്, അയില വറുത്തത്. ആ മീൻ വറുത്ത എത്ര തിന്നണ്ടെന്ന് വിചാരിച്ചാലോ എനിക്കെന്തോ മീൻ വറുത്ത ഇല്ലെങ്കിൽ അത് കഴിച്ച് ശീലിച്ചുകൊണ്ടായിരിക്കും. ഇതിന് കുറേശ്ശെ കുറയ്ക്കണം. അപ്പം ജോലിയെല്ലാം കഴിഞ്ഞിരുന്നപ്പം വൈകിട്ട് വിളക്കെല്ലാം കത്തിച്ച് കഴിഞ്ഞപ്പം ഒരു കപ്പലണ്ടി വാങ്ങിക്കാമെന്ന് കപ്പലണ്ടി വാങ്ങിക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങിയാണ് കേട്ടോ. എനിക്ക് അധികം കപ്പലണ്ടി ഞാൻ കഴിക്കത്തില്ല. എന്ന് വെച്ചാൽ മുഖക്കുരു വരും മുഖത്ത് മൊത്തം. കപ്പലണ്ടിയൊന്നും ഞാൻ അങ്ങനെ അധികം കഴിക്കത്തില്ല. ഞാൻ വിചാരിച്ചത് കണ്ണമ്മോന് വാങ്ങിച്ച് വെച്ചേക്കാം. 2 ഞാനും കഴിച്ച കേട്ടോ. അവനിനിയിപ്പോൾ 9 മണിയാകും വരുമ്പോഴത്തേക്ക്. അപ്പം കണ്ണൻ വരുമ്പോൾ കണ്ണന് കഴിക്കാമല്ലോ എന്ന് വെച്ചിട്ട് ഞാൻ വാങ്ങിച്ചതാണ് കേട്ടോ. അപ്പോൾ വൈകിട്ട് കുളിച്ചിട്ട് ഇറങ്ങിയപ്പോൾ എനിക്കങ്ങ് വിശപ്പായി. ഞാൻ പിന്നെ 2 പഴം പുഴുങ്ങാൻ വേണ്ടിയിട്ട് വെച്ച്. പച്ചപ്പഴം കഴിക്കുമ്പോൾ എനിക്കൊരു വല്ലാതെയാണ് കേട്ടോ. അപ്പോൾ എൻ്റെ വീഡിയോ ഇന്നത്തെ ഇത്രയേ ഉള്ളൂ. അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ എല്ലാവർക്കും ഓക്കെ, ബൈ, സീ യു.